ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സിനിമ ബബ്ബബ്ബ. ഈ സിനിമയെക്കുറിച്ചൊരു റിവ്യൂ പറയാനല്ല ഞാൻ വന്നത്. കാരണം ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോഴേ ഇന്ന് രാവിലെ തുടങ്ങി യൂട്യൂബിൽ നോക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള തിയേറ്റർ റെസ്പോൺസും അതുപോലെ തന്നെ റിവ്യൂസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം ഈ സിനിമ ഒട്ടും ലോജിക്കില്ലാത്തൊരു സിനിമയാണെന്നാണ്. അത് ഇതിൻ്റെ അണിയറപ്പുറത്തവരും പറയുന്നുണ്ട് ലോജിക്കൊന്നും ഇല്ലാത്തൊരു പടമാണ്, ഒരു ഭ്രാന്തമായ പടമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പടങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തിയേറ്ററിൽ വന്നാൽ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് മിക്ക റിവ്യൂവേഴ്സും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ വലിയൊരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ ഞാനെന്തായാലും ദിലീപേട്ടനും ലാലേട്ടനൊക്കെ അഭിനയിച്ച ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. ലോജിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ എൻ്റർടൈൻ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. തമിഴിലും തെലുങ്കിലൊക്കെ ഒരുപാട് പടങ്ങൾ ഇതുപോലെ ലോജിക്കൊന്നും ഇല്ലാതെ വരുന്ന പടങ്ങളുണ്ട്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഇനി ദിലീപ് എന്ന് നടന്ന സിനിമ കാണില്ലെന്നൊക്കെ. അതവരുടെ ഇഷ്ടം, അവർ കാണാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഞാനെന്തായാലും ഈ സിനിമ കാണും. അതിനൊരു കാരണം കൂടി ഉണ്ട്. മലയാള സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്ത ഒരു നായക നടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൽ ഒന്നാം സ്ഥാനത്ത് ദിലീപ് എന്ന നടൻ്റെ പേര് എന്ന് പറയും. പിന്നെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ സിനിമ കാണുന്നതും ആ ഒരു ആർട്ടിസ്റ്റിന് ഇഷ്ടപ്പെടുന്നതല്ല. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളും അദ്ദേഹം നമ്മളെ അത്രയധികം രസിപ്പിച്ചിട്ടുണ്ട് പല സിനിമകളിലൂടെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നതും ഇഷ്ടപ്പെടുന്നതല്ല. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എല്ലാ ടൈപ്പ് പടങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു നടൻ്റെയും ഫാനൊന്നുമല്ല, എല്ലാവരും ഇഷ്ടമാണ്, ഇവരുടെ സിനിമകളെല്ലാം കാണുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ബബ്ബബ്ബ കാണണം.